ഇന്ന് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം ലെയറൊക്കെ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ട നമുക്ക് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. 1/2 കിലോ പൊടി വെച്ചിട്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടൊരു 8 പൊറോട്ട കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം പൊറോട്ട വേണം അതിനനുസരിച്ചുള്ള പൊടി എടുക്കാം. എന്തായാലും ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് പൊടി എടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കിലോ പൊടി എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പൊടി മാറ്റി വെക്കുകയാണ്. ഒരു 1/2 കപ്പ് പൊടി മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അവസാനം കുഴയ്ക്കുമ്പോഴും അതൊന്ന് പരത്തിയെടുക്കുമ്പോഴൊക്കെ ആവശ്യമുള്ളതാണ്. അതങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പൊറോട്ട കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ക്യാരമലൈസേഷൻ കൊണ്ട് ചെറിയൊരു ബ്രൗൺ കളർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വെള്ളം റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം വേണം കേട്ടോ. പൂരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ആ ഒരു ലൂസിൽ കുഴച്ചെടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഞാനൊരു 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഇത്രയും പൊടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് മൈദ ഈ ഒരു രീതിയിൽ മുഴുവൻ നനഞ്ഞു കിട്ടുന്ന രീതിയിൽ ബൗളിൽ തന്നെ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടൊന്ന് വലിച്ച് നീട്ടി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഈ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദയൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ മാവ് ഇട്ട് കൊടുത്തിട്ടൊരു 15 മിനിറ്റ് നല്ലോണം വലിച്ച് നീട്ടി ഇതേപോലെ വലിച്ച് നീട്ടി കുഴച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ വലിച്ച് നീട്ടുമ്പോഴാണ് മാവ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ നല്ലോണം വലിച്ചു നീട്ടി കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ മാവ് ഒരു 15 മിനിറ്റ് നല്ലോണം കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. മാവൊന്ന് പതായിട്ട് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. എണ്ണയോ നെയ്യോ തടവി കൊടുക്കാം കേട്ടോ. എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് മാവ് വെച്ചിട്ട് മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കുക. എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മാവിലൊട്ടാത്ത രീതിയിൽ ഇതൊന്ന് മൂടി വെക്കാം. ഈ ഒരു മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. 1 മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ. എന്നാലും കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും മൂടി വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ ഒരേപോലെയുള്ള ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റണം. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം തന്നെ ഒരേപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഓരോ കഷ്ണം എടുത്തിട്ട് ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടി വെക്കാം. ഇടത്തെ കൈയിലേക്ക് മാവ് പിടിച്ചിട്ട് വലത്തെ കൈയിൻ്റെ വലിയ വിരൽ വെച്ചിട്ട് മാവ് ഉള്ളിലേക്ക് തള്ളി തള്ളി വെച്ചിട്ട് ബോളാക്കി എടുക്കണേ. ഇടത്തെ കൈ കൊണ്ട് പതുക്കെ റോൾ ചെയ്ത് കൊടുക്കുക. വലത്തെ കൈയിൻ്റെ വലിയ വിരൽ വെച്ചിട്ട് മാവ് ഉള്ളിലേക്ക് തള്ളി നീക്കിയാൽ മതി കേട്ടോ. ടൈറ്റ് ആക്കിയിട്ട് എയർ കയറാത്ത രീതിയിൽ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. മാവ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം എന്നൊന്നുമില്ല കേട്ടോ. മുഴുവനോടെ തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വലത്തെ കൈയിൻ്റെ വലിയ വിരൽ വെച്ചിട്ട് ഇടത്തെ കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് മാവുള്ളിലേക്ക് തള്ളിയിട്ട് ചെറിയ ബോളാക്കിയിട്ട് മുഴുവൻ മാവിൽ നിന്ന് മുറിച്ചെടുത്താലും മതി. ഇത്രയും മാവാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 8 ബോളാക്കുകയാണെങ്കിലാണ് കേട്ടോ നമുക്ക് പരത്തുന്ന സമയത്തും അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന സമയത്തൊന്നും പൊട്ടിപ്പോകാതെ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു മാവ് 8 ബോളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതുകൊണ്ട് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലും കുറച്ച് എണ്ണയൊന്ന് തടവുന്നുണ്ട്. അടിഭാഗത്ത് വേണമെങ്കിൽ എണ്ണ തടവിക്കാം. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് മാവിൽ മുട്ടാത്ത രീതിയിൽ ഇതൊന്ന് മൂടി വെക്കാം. തുണി മാവിലേക്ക് മുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ബോളാക്കി വെക്കുന്നത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് പ്ലേറ്റിന് മുകളിലേക്ക് ഒരു കയ്യിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മുകളിലേക്ക് തുണി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മാവിലേക്ക് തുണി മുട്ടിയിരിക്കില്ല. 20 മിനിറ്റൊക്കെ ഈ ഒരു മാവ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും മാവ് കുറച്ചും കൂടെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്തിട്ട് ഒന്ന് വീശി അടിക്കുക, അതല്ലെങ്കിൽ നല്ലോണം നൈസായിട്ട് പരത്തിയിട്ട് ഒന്ന് ചുരുട്ടി വെക്കാനുണ്ട്. അത് നമുക്ക് ചെയ്യാം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണയൊന്നും ആക്കുന്നുണ്ട്. ആദ്യം വീശിയടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പരത്തുക നോക്കാം. ഇതിൽ സൈഡ് ഭാഗം നല്ലോണം നൈസായിട്ട് പരത്തണേ. നടുഭാഗം പരത്തിയെടുക്കണ്ട. കാരണം നമ്മൾ അധികം പരത്തിയിട്ടുണ്ടെങ്കിൽ നടുഭാഗം പരത്തിയിട്ടുണ്ടെങ്കിൽ വീശിയടിക്കുമ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് സൈഡ് ഭാഗം മാത്രം കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതൊന്ന് വീശിയടിച്ചെടുക്കാം. വീശിയടിക്കാൻ അറിയൊന്നുമില്ല കേട്ടോ, ഒന്ന് ചെയ്ത് നോക്കുന്നു എന്ന് മാത്രം. നിത്യാഭ്യാസി ആനയെ ചമക്കുന്നല്ലേ, അപ്പോൾ വേണമെന്നുള്ളവർക്ക് എന്നും ചെയ്തിട്ട് ശീലാക്കിയെടുക്കാം. ഞാനിപ്പോൾ
വെറുതെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി പരത്തിയിരിക്കുന്ന മാവ് ഇടത്തെ കൈ കൊണ്ട് 2 വിരലിൻ്റെ ഇടയിലേക്ക് ഒന്ന് കൂട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് വലത്തെ കൈ വെച്ചിട്ട് പൊക്കിയെടുത്തിട്ട് നമ്മൾ അലക്കുന്നൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, അതേപോലെ കുറച്ചും കൂടി ഒന്ന് ശക്തിയായിട്ടൊന്ന് വീശിയടിക്കാം. എന്നിട്ട് നമ്മൾ ഇടത്തെ കൈ വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് നമ്മുടെ വലത്തെ കൈ പിടിക്കുക. എന്നിട്ട് അതേ വശത്ത് തന്നെ നീളത്തിൽ നമ്മൾ വലത്തെ കൈ വെച്ചിരിക്കുന്ന ആ ഒരു വശം ഉണ്ടല്ലോ അതിൻ്റെ ആ ഭാഗത്ത് തന്നെ ഇടത്തെ കൈ മാറ്റി പിടിക്കുക. എന്നിട്ട് വീണ്ടും വീശിയടിക്കുക. അതായത് നമ്മൾ ഇടത്തെ കൈ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലത്തെ കൈ വരണം. അങ്ങനെ വട്ടത്തിൽ ചുറ്റി വീശിയടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പൊട്ടിപ്പോകാതെ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം മാവ് ഏതാണ്ട് നൈസായി വന്നിട്ടുണ്ട്. ഇനി അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാതുകൊണ്ട് ഞാൻ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മൈദ, അതൊന്ന് തൂവി കൊടുത്താൽ മതി. എന്നിട്ടിത് ഒന്ന് കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ പിടിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക കേട്ടോ, വലിക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ ഭാഗം ഉണ്ടാവുമല്ലോ ചുരുട്ടി വരുമ്പോൾ, അത് അടിഭാഗത്തേക്ക് ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് അമർത്തിയാൽ മതി. അതായത് ടക്കിൾ ചെയ്ത് വെച്ചാൽ മതി. തന്നെ കണ്ടില്ലേ സൈഡിൽ നമുക്ക് ലെയറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് എണ്ണയൊന്ന് തടവിയിട്ട് നമ്മളിപ്പോൾ ബോൾ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ ആദ്യം, അതിലേക്ക് തന്നെ ഈ ഒരു മാവ് വെച്ചിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കാം. ഇതിപ്പോൾ വീശിയടിക്കുന്ന ഒരു രീതിയാണ് കാണിച്ചത്. അറിയുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വീശിയടിക്കാൻ പറ്റില്ല, അറിയില്ല എന്നാണെങ്കിലും നമുക്ക് വേറൊരു രീതിയുണ്ട് കേട്ടോ, അത് കാണിക്കാം. നേരത്തെ എടുത്ത പോലെ തന്നെ ബോൾ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് എണ്ണ തടവിയിട്ട് അതിന് മുകളിലേക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ട് കൈപ്പത്തി വെച്ചിട്ടേ ഇതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കാം. ഇത് മുഴുവനായിട്ട് നൈസായിട്ട് പരത്തിക്കുക കേട്ടോ. സൈഡ് ഭാഗവും നടുഭാഗവും ഒക്കെ നൈസായിട്ട് പരത്തിയെടുക്കുക. ഇതിൻ്റെ ലെയറൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് എണ്ണ വെച്ചിട്ട് തടവുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് കത്തി കൊണ്ട് ഇതിൻ്റെ നടുഭാഗത്ത് കൂടി ഇതുപോലെ ഒന്ന് കയറി കൊടുക്കുക. മുഴുവനും കയറണ്ട കേട്ടോ, ഒരു 1/4 ഭാഗം കയറിയാൽ മതി. എന്നിട്ട് ഒരു ഭാഗം പിടിച്ചിട്ട് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് പൊക്കിയാൽ മതി, പൊട്ടിപ്പോകരുത്. നമ്മൾ ഇതുപോലെ വലിച്ചു പൊക്കുമ്പം അത് കുറച്ചും കൂടി ഒന്ന് നൈസായിട്ട് വരും. എന്നിട്ട് പതുക്കെ പൊക്കിയിട്ട് നീളത്തിലുള്ളൊരു മാവാക്കി എടുക്കുക കേട്ടോ. ഇത് നീളത്തിൽ വന്നല്ലോ. ഇനി ഇത് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് എണ്ണ തേച്ചിട്ട് നേരത്തെ മാവിൻ്റെ ഉരുള വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് തന്നെ വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. ഇനി ഈ രീതിയും ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയും കൂടിയുണ്ട്. അതായത് കൗണ്ടർ ടോപ്പിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു ബോൾ വെച്ച് കൊടുക്കുക. കൈ വെച്ചിട്ട് കയ്യിൽ എണ്ണ തൂക്കണേ. എന്നിട്ട് നൈസായിട്ട് പരത്തിയെടുക്കാം. പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും നൈസായിട്ട്. കുറച്ചൊന്ന് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നൈസായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു അകലത്തിൽ മുറിച്ചെടുക്കാം. സൈഡ് ഭാഗം പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുക. ഇനി 2 ഭാഗത്തുനിന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മാവൊന്ന് കൂട്ടി വെക്കുക. പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ നീക്കി നീക്കി ഉൾഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. 2 ഭാഗത്തൊന്നും ചെയ്തോ. എന്നിട്ട് 2 വശത്തൊന്ന് പിടിച്ചിട്ട് കൈ കൊണ്ട് പതുക്കെ ഒന്ന് വലിക്കുക, പൊട്ടിപ്പോകാതെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നീട്ടിയെടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവ് ഒരു ഭാഗം പിടിച്ചിട്ട് ചുരുട്ടിയെടുക്കുക. അവസാനത്തെ ഭാഗം വരുമ്പോൾ അടിഭാഗത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണ തേക്കുക. നനഞ്ഞ തൊടിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് മൂടി വെക്കുക. നമ്മൾ ഇതുപോലെ ചുരുട്ടിയിട്ട് മൂടി വെക്കുന്ന മാവ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു അരമണിക്കൂറൊക്കെ വെക്കണം. നമ്മൾ മാവ് മുഴുവനും ഇതുപോലെ ചുരുട്ടി വെച്ചതിന് ശേഷം അരമണിക്കൂർ കാത്തു വെക്കണം എന്നില്ല കേട്ടോ. നമ്മൾ എല്ലാം ചുരുട്ടി വരുമ്പോഴേക്കും അരമണിക്കൂറൊക്കെ ആവും. അപ്പോഴത്തേക്ക് ആദ്യത്തെ മാവിനുള്ള റെസ്റ്റ് കിട്ടിയിട്ടുണ്ടാകും അരമണിക്കൂറൊക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ എടുത്തിട്ട് പരത്തിയിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. ഇപ്പം ആദ്യത്തെ പൊറോട്ട നമ്മൾ വീശി അടിച്ച് ചുരുട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് വീണ്ടും കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുത്തിട്ട് കൈപ്പത്തി വെച്ചിട്ട് നൈസായിട്ട് അധികം ബലം കൊടുക്കാതെ അങ്ങ് പരത്തിയെടുക്കാം. ഒത്തിരി നൈസായി പോകരുത് കേട്ടോ, കാരണം നമുക്കിത് ചുട്ടെടുക്കുമ്പോഴേ എടുത്തിടാനും മറിച്ചിടുമ്പോഴൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം വലുപ്പത്തിൽ പരത്തണ്ട, എന്നാലും നൈസായിട്ട് അങ്ങ് വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുത്തോടത്തുനിന്നേ കയ്യിലേക്ക് എടുക്കുമ്പോൾ പൊട്ടിപ്പോകരുത് കേട്ടോ. വലത്തെ കൈ കൊണ്ട് എടുത്തിട്ട് വേഗം ഇടത്തെ കൈയിലേക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം. പാനിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് എണ്ണ തടവിക്കോട്ടോ. കാസ്റ്റ് അയണിൻ്റെതാണെങ്കിൽ. നോൺ സ്റ്റിക്കിൻ്റെതാണെങ്കിൽ പിന്നെ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഭാഗം ഒന്ന് വെന്ത് വന്നോട്ടെ.
1 മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗം ഒന്ന് മരിഞ്ഞു വന്നോട്ടെ. ഇപ്പോൾ 2 ഭാഗവും കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് എണ്ണയും തടവി കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പുറത്തെ ഭാഗത്ത് എണ്ണയും തടവി കൊടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വരണേ, അല്ലെങ്കിൽ ആ പച്ച മൈദേൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ മൈദ കുഴച്ചെടുത്തപ്പോൾ, അതുകൊണ്ട് തന്നെ ഇതിനൊരു ചെറിയ ഗോൾഡൻ കളർ ഉണ്ട്. ഇത് കണ്ടല്ലേ, ഇപ്പം തന്നെ ഏതാണ്ട് ലെയറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ലെയർ കിട്ടാൻ നമ്മളിതൊന്ന് അടിച്ചെടുക്കുമ്പോഴാണ്. ഇപ്പോൾ 2 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പൊറോട്ട പാത്രത്തിലേക്ക് മാറ്റാം. കാസറോളിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ മൂടി വെക്കണം എന്നില്ല കേട്ടോ. നല്ലൊരു ഉണങ്ങിയ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് മൂടിയാൽ മതി. അല്ലെങ്കിൽ കാസറോളിൻ്റെ ഉള്ളിലോട്ട് തുണി വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. ആവിവെള്ളം വീണാതെ ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി. അടുത്ത പൊറോട്ട ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണയും തടവി കൊടുക്കുക. എന്നിട്ട് ഒരു ബോൾ എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണയൊന്നാക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. സോഫ്റ്റായിട്ട് പരത്തുക. അതെടുത്തിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗം ആദ്യം ഒന്ന് ആവുന്നവരെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒന്നങ്ങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഭാഗത്തേക്കും എണ്ണയും തടവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ 2 ഭാഗം ആവുന്നവരെ ഒന്ന് വേവുന്നവരെ അങ്ങ് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ പൊറോട്ട ഉണ്ടാക്കുക. ഒരു പൊറോട്ട ആവുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത പൊറോട്ട പരത്തി വെക്കാവുന്നതേ ഉള്ളൂ. എല്ലാ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഒരു കാസറോളിലോട്ടായിരുന്നു കേട്ടോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് മൂടി വെക്കുക. അല്ലെങ്കിൽ കാസറോളിൻ്റെ ഉള്ളിലോട്ട് ഒരു ഉണങ്ങിയ തുണി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊറോട്ട വെക്കുക. എന്നിട്ട് ആ തുണിയും കൊണ്ട് തന്നെ മൂടിയതിന് ശേഷം കാസറോളിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടുക കേട്ടോ. അല്ലെങ്കിൽ ആവിവെള്ളം വീണിട്ട് നനഞ്ഞു പോകും. ഇത് നമുക്ക് ചൂടോടെ വേണം, എന്നാലാണ് ഇത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ലെയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക കേട്ടോ. ഇനി ഇത് ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഓരോ പൊറോട്ടയും മുകളിലായിട്ട് വെക്കുക കേട്ടോ. ഇതിപ്പോൾ 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മൾ 1/2 കിലോ മൈദയല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8 എണ്ണം ഉണ്ട്. ഇത് കണ്ടല്ലേ, ഇപ്പം തന്നെ നന്നായിട്ട് ലെയർ ഉണ്ട്. എന്നാലും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. 2 ഭാഗത്തും ഇതുപോലെ ശക്തിക്കൊന്ന് അടിച്ചെടുക്കാം. വീണ്ടും ഒന്ന് റോൾ ചെയ്തങ്ങ് 2 കൈ കൊണ്ടങ്ങ് അടിച്ചെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയറൊക്കെ ഉള്ള പൊറോട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ രീതിയിൽ പൊറോട്ട ഉണ്ടാക്കിയാലും അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ടെക്സ്ചറിലൊക്കെ. ആദ്യം നമ്മൾ വീശടിക്കും പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കത്തി കൊണ്ട് വരഞ്ഞില്ലേ ഒരു 1/4 ഭാഗം വരെ കീറിയെടുത്തില്ലേ, ആ ഒരു രീതിയിലാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. അതുപോലെ തന്നെ കത്തി കൊണ്ട് നമ്മൾ മുഴുവനായിട്ട് വരഞ്ഞെടുത്തില്ലേ, അതുപോലെയാണെങ്കിൽ പൊറോട്ട കുറച്ച് ക്രിസ്പി ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും സോഫ്റ്റ് ആണെങ്കിൽ കൂടിയും. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലോണം ലെയറൊക്കെ ഉള്ള പൊറോട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എന്തായാലും മാവ് കുഴച്ച് സോഫ്റ്റ് ആക്കി വെക്കണേ. അതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള സമയവും കൊടുക്കണം. പിന്നെ നല്ലോണം എണ്ണ ഉപയോഗിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൈദ ചവയ്ക്കും. അപ്പോൾ പൊറോട്ട വീട്ടിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് നമുക്ക് ഇറച്ചിക്കറീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇനി വെജിറ്റേറിയൻ ആണെങ്കിൽ ഗ്രീൻ പീസ് കറിയും സോയാബീൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണം. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.